വെൽക്കം ടു യുവർ മാത്സ് ക്ലബ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന കരുതുന്നു സ്റ്റോറി. എന്താ ഒന്ന് റിവൈൻഡ് ചെയ്തേ ആ സ്റ്റോറി? നിങ്ങളൊന്ന് ആദ്യം തൊട്ടേ ഒന്ന് ചിന്തിച്ചേ, ഒന്ന് പറഞ്ഞേ എന്താ സ്റ്റോറി. ഫസ്റ്റ് എന്താണ് എങ്ങനെയാണ് ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞേ. ഫസ്റ്റ് എന്താണ്? നരേറ്റർ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെയാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ആ ഒരു സമ്മർ നൈറ്റിലെ ആ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട് അല്ലേ? പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ പറയുന്നുണ്ട് അല്ലേ? പുവർ ഡോക്ടറാണ്, അദ്ദേഹം ജസ്റ്റ് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി അദ്ദേഹം തന്നെ ആസ്വദിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഈ കോബ്രയും നറേറ്ററും തമ്മിലുള്ള ആ ഇൻസിഡൻറ്റ് വരുന്നത്. അത് എങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്? ഓദർ എങ്ങനെ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്? ഒരു ഫണ്ണി വേയിലൂടെയാണല്ലേ ഓദർ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വെസ്റ്റിൻ്റെ ഇൻസിഡൻ്റ് ഒക്കെ പറഞ്ഞ് അല്ലേ, നല്ല ഭംഗിയായാണ് ആ സ്റ്റോറി അവസാനിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്കൊക്കെ ഈ സ്റ്റോറി മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളതിൻ്റെ ആക്ടിവിറ്റിയെ കുറിച്ചൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഇതിൻ്റെ ഓദർ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ്. പിന്നെ ആരാണ് പ്രൊട്ടാഗണിസ്റ്റ് ഹോമിയോപാത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സെറ്റിങ് പറഞ്ഞല്ലേ, എന്താ സെറ്റിംഗ് എന്ന് പറഞ്ഞ് ഒരു റെൻറ്റഡ് ഹൗസാണ്. റെൻറ്റഡ് ഹൗസിലാണ് ഈ ഇൻസിഡൻ്റ് ഒക്കെ നടക്കുന്നത്. പിന്നെയോ ഒരു സമ്മർ നൈറ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫസ്റ്റിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്, ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ. എന്താ ഈ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് കൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഈ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കോബ്ര എന്നാണ് ഉദ്ദേശിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്നവർ അത്ര ആക്റ്റീവ് അല്ലാത്ത ഈ ചതഞ്ഞ ആ ഒരു തരത്തിലുള്ള കോബ്ര നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള നല്ല കോബ്രയാണ്, അത്രയും പോയിസണസ് ആയിട്ടുള്ള കോബ്രയാണ് എന്നാണ് ആ ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓദർ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്യൂമറൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി നമ്പർ 1. Pick out the sentences from the story The Snake and the Mirror and complete the table below. The sentences tell you about the condition of the narrator. Some hints are given. 2 കോളം കൊടുത്തിട്ടുണ്ട്. നോക്കിയേ നിങ്ങൾ. 1 ഫസ്റ്റിൽ പറഞ്ഞത് വാസ് അഫ്രേഡ് ഓഫ് ദ സ്നേക്ക്, വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. 2 കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ അദ്ദേഹം ആ സ്നേക്കും അദ്ദേഹം തമ്മിൽ ആ ഇൻസിഡൻറ്റിൽ അദ്ദേഹം ഭയങ്കര അഫ്രേഡ് ആണല്ലേ, വളരെ ഒരു ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ കണ്ടീഷനും പിന്നെ അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ അതിന് മുന്നേ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. കണ്ണാടി നോക്കി അദ്ദേഹം പറഞ്ഞ ഐ എം വെരി ഹാൻസം, ഐ എം വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ? ആ 2 സിറ്റുവേഷനും എടുത്ത ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ആ സിറ്റുവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് എടുത്തെഴുതാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. അത് കണ്ടെത്തി അത് നിങ്ങൾ എടുത്തെഴുതുക. നമുക്ക് നോക്കാം. അത് വാസ് അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക് എന്നതിൽ ഫസ്റ്റ് ഇതിലൊന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടല്ലേ, അദ്ദേഹം ഫ്ലഷിലൊക്കെ തീർത്തൊരു മനുഷ്യനാണെങ്കിൽ എന്തായി മാറി? ഞാനൊരു സ്റ്റോൺ പോലെയായി, ഒരു സ്റ്റോൺ ആയി മാറി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഐ സാറ്റ് ദെയർ ഹോൾഡിങ് മൈ ബ്രീത്ത്. എന്തായി? ഞാനവിടെ ഇരുന്നു, എൻ്റെ ശ്വാസം അടക്കി പിടിച്ച് ഞാനവിടെ ആ ചെയറിൽ ഞാനവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഐ ട്രൈ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് ദ ലിറ്റിൽ ഹേർട്ട് ഓഫ് വേർഡ് ആ ഗോഡ്. അതും അദ്ദേഹം പറയുന്നുണ്ടല്ലേ. എന്താ അദ്ദേഹം പറഞ്ഞത്? പെട്ടെന്ന് ഒരു നിമിഷം ഗോഡിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഓ ഗോഡ് എന്നുള്ള ആ ഒരു വേർഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയത്തിന് പുറത്ത് അദ്ദേഹം എഴുതി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ? I was beginning to be drained of all strength. എൻ്റെ കൈയുടെ എല്ലാ ശേഷിയും എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. I felt the presence of the creator. പിന്നെ അദ്ദേഹം പറയുന്നതാണ്, ഈ ഒരു സിറ്റുവേഷനിലാണ് ഒരു ഗോഡ് ഉണ്ട്, ഗോഡിൻ്റെ പ്രസൻസ്. ഐ ഫെൽറ്റ് ദി പ്രസൻസ് ഓഫ് ദി ക്രിയേറ്റർ. എനിക്ക് ആ ഗോഡിൻ്റെ പ്രസൻസ് എനിക്ക് ഫെൽറ്റ് ചെയ്തു, എനിക്കത് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. ലാസ്റ്റ് 1 നോക്കി. ഡെത്ത് ലേർക്ക്ഡ് 4 inches away. ഡെത്ത് എൻ്റെ മുമ്പിൽ ഒരു 4 inches അകലെ ആ ഡെത്ത് മരണം അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ്? ചെറിയൊരു സ്ലൈറ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരെ ഒരു പക്ഷേ ആ പാമ്പ് ഇദ്ദേഹത്തിനെ കൊത്തിയേക്കാം. അപ്പോൾ ഡെത്ത് അത്രയും അരികെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ട്. നെക്സ്റ്റ് കോളം നോക്കി. ഐ വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസിൽ വളരെ വളരെ പ്രൗഡായിരുന്നു അല്ലേ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വളരെ ഹാൻഡ്സാണ്, ഞാൻ ബാച്ചിലറാണ്, ഡോക്ടറാണ്,
ആണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ലുക്ക്ഡ് into the mirror and smiled. എന്നൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തു. അദ്ദേഹം ആ ഒരു കണ്ണാടിയിൽ നോക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ഒന്ന് സ്മൈൽ ചെയ്തു നരേറ്റർ പറയുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓക്കെ, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, ഐ ആം എ ബാച്ചിലർ, ഐ ആം എ ഡോക്ടർ അല്ലേ, ഐ എം വെരി ഹാൻസം എന്ന് ഇദ്ദേഹത്തെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി, ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഇദ്ദേഹത്തിന് ഈടെയായിട്ട് കുറച്ചൊരു ബ്യൂട്ടി കോൺഷ്യസ്നെസ് കുറച്ച് കൂടുതലായിട്ടുണ്ടല്ലേ. ഇദ്ദേഹം പറയുന്നില്ലേ, ഞാനൊരു തിൻ മസ്താഷ് വെക്കും, ഞാൻ എൻ്റെ ബ്യൂട്ടി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും എൻ്റെ ആ ഒരു സ്മൈല് എൻ്റെ മുഖത്തുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഐ പിക്ക് അപ്പ് ദ കാം ആൻഡ് ടേൺ ഇറ്റ് ത്രൂ ദ ഹെയർ. ഒരു കാമ്പ് എടുത്ത് അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ വളരെ നീറ്റായിട്ട് ഭംഗിയായി ചീകി വെച്ചു എന്ന് പറയുന്നുണ്ട്. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു കീപ് മോർ ഹാൻസം. അദ്ദേഹം മോർ ഹാൻസം ആയി കാണപ്പെടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഒരു ചെറിയൊരു തിൻ മസ്റ്റാഷ് അത് വെക്കും എന്ന് പറയുന്നു. നെക്സ്റ്റ് നോക്കാം. I would always keep that attractive smile on my face to look more handsome. പിന്നെ എന്താ പറഞ്ഞത്, മോർ ഹാൻസം ആവാൻ വേണ്ടി I would always keep that attractive smile on my face. എൻ്റെ ആ മുഖത്ത് എൻ്റെ ഒരു അട്രാക്റ്റീവ് സ്മൈൽ അതെന്ന് ഞാൻ കീപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ രണ്ട് കണ്ടീഷനാണ് ഈ രണ്ട് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2. The story is about a frightening incident narrated in a humorous way. What makes it humorous? അല്ല, ഈ ഒരു സ്റ്റോറി എന്താ നമ്മൾ പറഞ്ഞു, ഒരു ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അത് വളരെ ഹ്യൂമറസ്ലി ആണ് അത് നറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ ഈ ഒരു സ്റ്റോറി എത്രയധികം ഹ്യൂമറസ് ആക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എന്തായിരിക്കും ഈ സ്റ്റോറിയെ ഇത്ര ഭയങ്കര ഒരു കോമഡിയാണല്ലേ. പക്ഷേ എന്താണിത്, ഭയങ്കര ഒരു ഫിയർഫുൾ ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഒരു കോമിക് വേയിലൂടെയാണ് ഇദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം. The writer has made the use of certain striking contrast in the story to bring about humor. Pick out such expression from the story and write them. ഈ ഓഥർ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് കോൺട്രാസ്റ്റ് വിപരീതമായ ആശയങ്ങൾ, രണ്ട് വിപരീതമായ ആശയങ്ങൾ, വിപരീതമായ കൺസെപ്റ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഫാറ്റ് ആയിട്ടുള്ള ലേഡി ആയിരിക്കും വിവാഹം കഴിക്കുക എന്ന് പറയുന്നുണ്ട്. നേരെ വിപരീതമായിട്ട് എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ? അദ്ദേഹം വിവാഹം കഴിക്കുന്നത് എങ്ങനെയുള്ള സ്ത്രീയാണ്? എ തിൻ റീഡി പേഴ്സൺ എന്ന് പറയുന്നുണ്ടല്ലേ. ഒരു തിന്നായിട്ടുള്ള റീഡി പേഴ്സണെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന ആ രീതി നോക്കിയേ. ആദ്യം പറയുന്നു ഫാറ്റ് ആയിട്ടുള്ള ലേഡിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറിച്ച്. അങ്ങനെയുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഇത് കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്. ആക്ച്വലി അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഹി വാസ് എ പുവർ ഡോക്ടർ വിത്ത് എ വെരി മീഗർ ഇൻകം. ഹി ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. അദ്ദേഹം എന്തായിരുന്നു, അത് പുവർ ഡോക്ടറാണെന്ന് ആദ്യത്തെ ഒരു 3rd പാരഗ്രാഫിലേ പറയുന്നുണ്ടല്ലേ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 60 റുപ്പീസേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു സോളിറ്ററി കോട്ട അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം ഒരു പുവർ ഡോക്ടറാണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. The kind of person he wanted to be. ഏത് തരത്തിലുള്ള പേഴ്സണാണ് അദ്ദേഹം ആവേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് ആയിത്തീരേണ്ടത്? അദ്ദേഹത്തിന് റിച്ച് ആവണം എന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹം. he want to become a rich by marrying a rich woman doctor having good medical practice. എന്താ പറയുക, അദ്ദേഹത്തിന് റിച്ച് ആവണം. എങ്ങനെയാണ് അദ്ദേഹത്തിന് റിച്ച് ആവേണ്ടത്? ഒരു നല്ല വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണെ മാരി ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് റിച്ച് ആവണം. ഒരു ലൈഫ് പാർട്ട്ണർക്ക് എന്തുണ്ടായിരിക്കണം? നല്ലൊരു ഗുഡ് മെഡിക്കൽ പ്രാക്ടീസിലൂടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, ദ പേഴ്സൺ ഹി വാണ്ടഡ് ടു മാരി. എങ്ങനെയുള്ള പേഴ്സണാണ് അദ്ദേഹത്തെ മാരി ചെയ്യേണ്ടത്? ഹി വാണ്ട്സ് ടു മാരി എ ഫാറ്റ് വുമൺ ഹാവിങ് നോ എബിലിറ്റി ടു റൺ ആഫ്റ്റർ ഹിം. ഫാറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അദ്ദേഹത്തിന് മാരി ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഓടിയെത്താൻ ഈ ഒരു വൈഫിന് പറ്റരുത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കേണ്ടതെന്ന്. നെക്സ്റ്റ് നോക്കിയേ, ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീസ്. അദ്ദേഹം ആരെയാണ് ശരിക്കും മാരി ചെയ്യുന്നത്? ഒരു സ്റ്റോറിയുടെ എൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ടല്ലേ. സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ വൈഫ് എങ്ങനെയാണ്, തിന്നാണോ, ഫാറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹി മാരീസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. എന്താ പറയുന്നത്? തിന്നായിട്ടുള്ള തിൻ റീഡി പേഴ്സണെയാണ് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത്. പിന്നെന്താണ്, കുറച്ച് അത്ലറ്റ്സിലൊക്കെ നല്ലൊരു കഴിവും കൂടെ ഈ ഒരു സ്ത്രീക്ക് ഉണ്ട്.
നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഹിസ് തോട്ട് വെൻ ഹി ലുക്സ് ഇൻ ടു ദ മിറർ. എന്തൊക്കെ ചിന്തകളാണ് അദ്ദേഹം ആ ഒരു മിററിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഉണ്ടായത് നോക്കാം നമുക്ക്. ഹി തിങ്സ് ഹി ഈസ് ഹാൻസം യങ് ബാച്ചിലർ ഡോക്ടർ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഐ എം എ ബാച്ചിലർ, ഐ എം എ ഡോക്ടർ, ഐ എം വെരി ഹാൻസം എന്ന് പറയുന്നുണ്ട്. ഹി വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്താഷ് ടു ലുക്ക് മോർ ഹാൻസം. ഹി വാണ്ടഡ് ടു കീപ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. പിന്നെ എന്താണ്, ഹിസ് തോട്ട്സ് വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം. അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിൽ ലെഫ്റ്റ് ആമിലാണ് ഈ സ്നേക്ക് റൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഹി ബിക്കം ഫ്രൈറ്റൻഡ്. ഇഫ് ഹി മൂവ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് ഹിം. ഇഫ് ഇറ്റ് സ്ട്രക്ക് വാട്ട് മെഡിസിൻ ഹി വുഡ് ടേക്ക്. അല്ലേ, ഈ ഒരു സ്നേക്ക് അദ്ദേഹത്തിനെ കൊത്തിയാണെങ്കിൽ എന്ത് മെഡിസിനാണ് അദ്ദേഹം എടുക്കുക? ആ ലാസ്റ്റ്, ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് അദ്ദേഹം എന്തുകൂടെ പറയുന്നുണ്ട്? ഹി തിങ്സ് ഹീസ് എ ഫൂളിഷ് ഡോക്ടർ. ഞാനൊരു ഫൂളാണ്, ഞാനൊരു ഫൂളായ ഒരു നോൺസെൻസ് അല്ലെങ്കിൽ ഫൂളായ ഒരു ഡോക്ടറും കൂടിയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വെരി ഹാൻസം ആണ്, ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം എന്താണ് പറയുന്നത്? ഐ എം എ വെരി ഫൂളിഷ് ഡോക്ടർ. പിന്നെ ആക്ടിവിറ്റി 2ൻ്റെ തന്നെ ലാസ്റ്റ് ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾ. Now, based on what you have written, prepare a short paragraph on the use of contrast in the story to bring the humor. ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. ഇദ്ദേഹം എങ്ങനെയാണ് ഇതിൽ ആ ഒരു ഹ്യൂമർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമ്മൾ മുകളിൽ എഴുതിയതിനെ വെച്ച് ഒരു ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാരഗ്രാഫ് എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓഥറിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാം. Waikom Muhammad Bashir was a writer who had the innate ability of depicting serious issues in a humorous way. The story begins with a natural setting where a new young doctor spends his time for watching his own face in a mirror. Author describes the main character's behavior and appearance in a funny way. The homeopath was not really handsome, but he wanted to look handsome. He was poor but wanted to marry a wealthy doctor with a good medical practice. He wanted to marry a fat and wealthy woman doctor, but he could marry a thin ready person. The story ends in a humorous manner by saying about his dirty worst. പ്രത്യേകിച്ചൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാനില്ല. നമ്മൾ മുകളിൽ പറഞ്ഞു, മുകളിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴോട്ടൊന്നുകൂടി എടുത്ത് എഴുതിയാൽ മതി. അതൊരു പാരഗ്രാഫ് ആക്കിയിട്ട് ഒരു സെൻറ്റൻസ് ആക്കി കണക്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഓഥറിനെ കുറിച്ചൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്, വേണമെങ്കിൽ നമുക്കൊരു പ്രൊട്ടാഗണിസ്റ്റ്, ഹോമിയോപാത്ത് ഇസ് എ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ടേബിളാക്കിയില്ലേ ആ കാര്യങ്ങൾ, ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി ഇത് ഫില്ല് ചെയ്യുക, ഒരു പാരഗ്രാഫ് ആക്കി എടുക്കുക. In the story, the snake didn't harm the homeopath. The homeopath in turn didn't hurt it. Keeping Bashir's vision of nature and its being. Comment on this story. എന്താണ് ഈ സ്റ്റോറിയിൽ? ഈ സ്നേക്കും ഈ ഹോമിയോപാത്തിനും ഒന്നും ചെയ്തില്ല, തിരിച്ച് ഈ ഹോമിയോപാത്തും ഈ സ്നേക്കിനെ ഒന്നും ചെയ്യില്ല. ആ ഒരു ബഷീറിൻ്റെ ആ ഒരു നേച്ചറിനോടുള്ള ആ ഒരു വിഷൻ എങ്ങനെയാണ്, ആ ബഷീറിൻ്റെ ആ വിഷൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് എഴുതാൻ പറയുന്നത്. അദ്ദേഹത്തിന് ആ നേച്ചറിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ആ നേച്ചറിലെ ലിവിങ് ബീങ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് എഴുതാൻ പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. ചെറിയൊരു റൈറ്റപ്പ് പോലെയാണ് എഴുതേണ്ടത്, ഒരു പാരഗ്രാഫാക്കി ചെറിയൊരു റൈറ്റപ്പ് പോലെ എഴുതുക. അപ്പോൾ എന്ത് വേണം, നമുക്ക് ഒരു ഹെഡിങ് മസ്റ്റായിട്ടും വേണം. നമുക്കിതിനൊരു സ്യൂട്ടായിട്ടുള്ള ഒരു മാച്ചായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാം നമുക്ക്. ദി എർത്ത് ഈസ് ദി കോമൺ ഹോം ഓഫ് ഓൾ ഇൻഹിബിറ്റൻസ്. The story, The Snake and the Mirror, presents a vast idea about the harmony of all living beings into earth. Waikom Muhammad Bashir was a humanist who considered nature is for all living beings. Bashir expresses his idea of harmony in his famous work Bhumiyude Avakashigal. In this story, The Snake and the Mirror, Bashir describes a fearful story in a humorous way. The main character is a homeopath. The theory of coexistence is the central theme of the story. The homeopath's sharing of room with rats and the arrival of the cobra upholds his vision of coexistence. The cobra and the narrator didn't hurt each other. In the climax, instead of killing the cobra, he ended the story in a funny way.
Author highlights his vision of harmony and coexistence. At the end of the story, the homeopath realized that he was not superior to others for being a doctor or handsome. ഇങ്ങനെ ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുമ്പോൾ ഒരു ഹെഡിങ് അത് നിങ്ങൾ കൊടുക്കുക. ആ ഹെഡിങ് എന്തായിരിക്കണം? ആ ഒരു നമ്മൾ എഴുതുന്ന പാരഗ്രാഫിന് നല്ല യോജിച്ചതായിരിക്കണം. അതിന് ആപ്റ്റായൊരു ഹെഡിങ് തന്നെ നിങ്ങൾ കൊടുക്കണം. പിന്നെ എന്തായിരിക്കണം? പിന്നെ ആ ഒരു ഓഥറിനെ കുറിച്ച് നമ്മളിവിടെ എഴുതി നമ്മൾ ആ ഓഥറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുക. പിന്നെ നമ്മുടെ സ്റ്റോറീനെ കുറിച്ചൊന്ന് പറയുക. നമ്മൾ പിന്നെ ആ മെയിൻ ക്യാരക്ടറിനെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ ഓഫ് നേച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല, ആ ഒരു ഹാർമണി അദ്ദേഹം കീപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു നേച്ചറും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു കോഎക്സിസ്റ്റൻസ് അവർ ഓഥറവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റൈറ്റപ്പ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. കാര്യമായിട്ട് ഈ ഒരു 3 ആക്ടിവിറ്റിയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. പക്ഷേ നമുക്ക് അഡീഷണലായിട്ട് 2-3 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്കൊരു നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഒരു നോട്ടീസ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇപ്പം നമ്മുടെ സ്കൂളിൽ ഒരു നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ സ്റ്റോറി ഒരു ഡ്രാമയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഡ്രാമ കോമ്പറ്റീഷൻ നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടീസ് തയ്യാറാക്കണം. എങ്ങനെ ആ നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് വേറെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റ് കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം ഒരു നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഒരു നോട്ടീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു ബുക്കിൻ്റെ ഒരു പേജിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സാം ഷീറ്റിലാണ് നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കേണ്ടി വരിക അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാർജിൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോട്ടീസ് എന്നെന്തായാലും മുകളിൽ എഴുതുക. അണ്ടർലൈൻ കൊടുക്കണ്ട കേട്ടോ, അണ്ടർലൈൻ വേണ്ട, നോട്ടീസ് എന്ന് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് നെയിം ഓഫ് ദ സ്കൂൾ, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം അത് എഴുതുക. സ്കൂളിൻ്റെ നെയിം നിങ്ങളിവിടെ കൊടുക്കുക. ഇപ്പം നമ്മൾ എക്സാമിനൊക്കെയാണ് എഴുതുമ്പോൾ നെയിം ഓഫ് ദ സ്കൂൾ എന്ത് കൊടുക്കുക? ഒരു ഇമാജിനറി നെയിം കൊടുക്കുക. ABCD സ്കൂൾ, എന്തെങ്കിലും ഒരു പ്ലേസിൻ്റെ നെയിം എവിടെയാണ്? ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, അവിടെ ഒരു പ്ലേസും കൊടുക്കുക. നെക്സ്റ്റ് എന്താ കൊടുക്കുക? നെക്സ്റ്റ് നമുക്കിവിടെ എന്താ കൊടുക്കുക? ടൈറ്റിൽ. ഏതാണോ ഇവൻറ്റ്, ആ ഇവൻറ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കുക. ആ ഇവൻ്റ് ഏതാണോ ആ ഇവൻറ്റിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ഏതാണ് കൊടുക്കേണ്ടത്? നെക്സ്റ്റ് സല്യൂട്ടേഷൻ. എന്താണ്? ഫ്രണ്ട്സ്, ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ കൊടുക്കണോ നോട്ടീസിന്? വേണ്ട, നമ്മൾ എഴുതുന്ന നോട്ടീസാണ്, അതല്ല ലെറ്റർ അല്ല നമ്മൾ എഴുതുന്നത്, ഇൻഫോർമൽ ലെറ്റർ ഒന്നും അല്ല നമ്മൾ എഴുതുന്നത്, നമ്മൾ നോട്ടീസാണ്. അപ്പോൾ ജസ്റ്റ് എന്താ ഫ്രണ്ട്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇവിടുന്ന് തൊട്ടാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഏതാണ് നമ്മുടെ ക്ലബ്ബ്, ഒരു ക്ലബ്ബ് നമ്മുടെ ഒരു ആർട്സ് ക്ലബ്ബാണ്, ഇംഗ്ലീഷ് ക്ലബ്ബാണ് ഈ ഒരു ഡ്രാമ കോമ്പറ്റീഷൻ നടത്തുന്നതെങ്കിൽ പിന്നെ എഴുതണം. നമ്മുടെ ആർട്സ് ക്ലബ്ബാണെങ്കിൽ ആർട്സ് ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എ ഡ്രാമ കോമ്പറ്റീഷൻ ഓൺ ദി സ്റ്റോറി ഏതാണ്? ദി സ്നേക്ക് ആൻഡ് ദി മിറർ. ഓൺ പിന്നെ കൊടുക്കേണ്ടത് എന്താണ്? ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓൺ എപ്പോഴാണ്? 20th August 2020 എന്ന് കൊടുക്കാം. പിന്നെ കൊടുക്കേണ്ടത് പ്ലേസ് അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുത്ത് അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അവർ ആർട്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എ ഡ്രാമ കോമ്പറ്റീഷൻ ഓൺ ദി സ്റ്റോറി ദി സ്നേക്ക് ആൻഡ് ദ മിറർ. ഓൺ ഡേറ്റ് കൊടുക്കുക. ഓൺ 20th August 2020 at 10:30 AM. പിന്നെ എന്താണ്? പിന്നെ പ്ലേസ് കൊടുക്കുക. സ്കൂൾ ഓഡിറ്റോറിയം എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഹു ഇസ് ദ ഇനാഗ്രേറ്റർ? ആരാണ് ഈ ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്ത് കൊടുക്കുക? നമ്മുടെ HM, നമ്മൾ സ്കൂളിലാകുമ്പോൾ സാധാരണ എന്താ കൊടുക്കുക? HMനാണ് കൊടുക്കുക. അപ്പം ആ റെസ്പെക്റ്റഡ് HM പേര് കൊടുക്കുക. വിൽ ഇനാഗ്രേറ്റ് ദി ഫംഗ്ഷൻ. അവിടെ ആ ഒരു ചെറിയ നോട്ടീസ് അവിടെ നമ്മൾ എൻഡ് ചെയ്യുക. നമ്മളിവിടെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സൈഡിൽ, ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഡേറ്റ് എഴുതുക. പിന്നെ എന്ത് കൊടുക്കുക? പ്ലേസ് കൊടുക്കുക. നമ്മളിവിടെ ഡേറ്റും പ്ലേസും കൊടുത്തും അതിന് മുന്നേ തന്നെ നമ്മളിവിടെ എൻഡ് ചെയ്തെങ്കിൽ ഇവിടെ എഴുതുക ഓൾ ആർ വെൽക്കം എന്ന് എഴുതുക. പിന്നെ ആരാണ്? സെക്രട്ടറി ആരാണോ എന്ന് സെക്രട്ടറിയുടെ പേര് എഴുതുക. പിന്നെ ഏതാണ് ക്ലബ്ബ്? ആർട്സ് ക്ലബ്ബ് ആണെങ്കിൽ ആർട്സ് ക്ലബ്ബ് അത് എഴുതുക. ഏതാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് ആണെങ്കിൽ ആർട്സ് ക്ലബ്ബ്, ഏതാണോ ക്ലബ്ബ് എന്ന് വെച്ചാൽ അത് എഴുതുക. പിന്നെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് താഴോട്ട് കൊടുക്കേണ്ടത്. എന്താണ്? പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഏതൊക്കെ പ്രോഗ്രാമാണ് നടക്കുന്നത്, അതിൻ്റെ ടൈം, പിന്നെ ആരാണ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നെക്സ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ പ്രെയർ ആണെങ്കിൽ ഇവിടെ എന്താണ്? പ്രെയർ കൊടുക്കുക. ആരാണ്? സ്കൂൾ കെയർ ആണെങ്കിൽ അത് അങ്ങനെ. പിന്നെ
പിന്നെ എന്താണ്, പിന്നെ ഇപ്പോൾ വെൽക്കം സ്പീച്ചാണ്. പ്രയർ കഴിഞ്ഞിട്ട് എന്താണ്, സ്വാഗത പ്രസംഗമാണല്ലോ, വെൽക്കം സ്പീച്ചാണ്. നെക്സ്റ്റ് വെൽക്കം സ്പീച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് അല്ലേ, അധ്യക്ഷ പ്രസംഗം വരും. അത് ആരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരിക്കും പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുന്നത്. അത് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആണെങ്കിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി എന്ന് കൊടുക്കുക, പേര് കൊടുക്കുക. പിന്നെ ബ്രാക്കറ്റിൽ അദ്ദേഹത്തിന് ഏതാണോ പോസ്റ്റ് അത് കൊടുക്കുക. ചിലപ്പോൾ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരിക്കും, ചിലപ്പോൾ പ്രസിഡൻ്റ് ആയിരിക്കും, ചിലപ്പോൾ PTA പ്രസിഡൻ്റ് ആയിരിക്കും, അങ്ങനെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കേണ്ടത് എന്താണ്, ഇനാഗ്രേഷൻ. ആരാണ് ഇനാഗ്രേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു HM ആയിരിക്കും ഇനാഗ്രേഷൻ. സ്കൂളിലാണ് അധികം ഫംഗ്ഷൻ വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും, HM ആയിരിക്കും ഇനാഗ്രേഷൻ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്താണ്, ചീഫ് ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടാവും അല്ലേ, ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ചീഫ് ഗസ്റ്റിൻ്റെ പേര് കൊടുക്കുക, ആരാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ചീഫ് ഗസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ്, ആശംസ അറിയിക്കണം അല്ലേ, ഫെലിസിറ്റേഷൻ അത് കൊടുക്കുക. ചിലപ്പോൾ അത് 2 or 3 പേരോ ഉണ്ടാവും, അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് ആണ് എന്ത്, വോട്ട് ഓഫ് താങ്ക്സ്. വോട്ട് ഓഫ് താങ്ക്സ് ആരായിരിക്കും സാധാരണ കൊടുക്കുക, ചിലപ്പോൾ ഈ സെക്രട്ടറി ആയിരിക്കും വോട്ട് ഓഫ് താങ്ക്സ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പേര് എഴുതുക, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി എന്ന് എഴുതുക. നെക്സ്റ്റ് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. നമുക്ക് ഈ ഒരു നരേറ്ററിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് എക്സാമിന് ചോദിച്ചാൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എന്താണ്, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം സ്റ്റോറീനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റോറീനെ കുറിച്ച് നമ്മൾ കൊടുക്കാം. ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഇസ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ, ഇറ്റ് ഇസ് എ ഫേമസ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞത്. ജസ്റ്റ് ആ സ്റ്റോറീനെ കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടേതായ വേർഡ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ കൂടുതലൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയാൽ മതി അല്ലേ. അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, പിന്നെ മെയിൻ ക്യാരക്ടർ ആരാന്ന് എഴുതുക ഈ സ്റ്റോറിയിൽ. അത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം മെയിൻ ക്യാരക്ടർ ആരായത്, പ്രൊട്ടാഗണിസ്റ്റ് ഇസ് എ ഹോമിയോപാത്ത് അല്ലേ, അത് ഓതർ ഡിസ്ക്രൈബ്സ് ദ സ്റ്റോറി ഇൻ എ ഫണ്ണി വേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ ഒരു നരേറ്ററുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആ മുകളിൽ നമ്മൾ കൊടുത്തില്ലേ, മുകളിൽ നമ്മൾ എഴുതിയില്ലേ, അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് എങ്ങനെ ആയിത്തീരണം എന്നൊക്കെ നമ്മൾ ആദ്യം എഴുതിയില്ലേ. ആ ഒരു കാര്യങ്ങൾ ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. ഇതൊരു സെൻറ്റൻസ് ആക്കി നിങ്ങൾ എടുത്ത് എഴുതിയാൽ മാത്രം മതി. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ആ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പുവറായിരുന്നു, ഒരു പുവർ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്, ഒരു വെൽത്തി പേഴ്സണെ മാരി ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇതൊക്കെ നമ്മൾ മുകളിൽ എഴുതിയ കാര്യങ്ങളാണ്. ആ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ല, ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു 2 ആക്ടിവിറ്റീസോളം നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ല, നോട്ടീസും നമ്മുടെ ക്യാരക്ടർ സ്കെച്ചും നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ഇനി വരുന്നത് ഒരു പോയമാണ്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു പോയമാണ് വരുന്നത്. അവിടെയാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയമാണ് വരുന്നത്. സ്റ്റോറിനേക്കാൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം പോയമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പോയത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വേർഡ്സ്വർത്തിനെ കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, വൺ ഓഫ് ദ മോസ്റ്റ് റൊമാൻറ്റിക് പോയറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അദ്ദേഹത്തിൻ്റെ പോയംസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോയത്തിൻ്റെ പേര് പറഞ്ഞാൽ ഫേമസ് ആയ ഒരു പോയുണ്ട് അദ്ദേഹത്തിൻ്റെ, ഡാഫോഡിൽസ് അല്ലേ. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡാഫോഡിൽസിനെ കുറിച്ച്. അതേപോലത്തെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഫേമസ് പോയമാണ് ദ ലയൺസ് റിട്ടേണിംഗ് ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.